മുന്നോട്ടു പോകുന്ന നാളുകളിൽ ഒരു മഹാത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ ജൂൺ ആദ്യവാരം നടക്കാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ ലാലേട്ടൻ ഉയർത്തുവാൻ പോകുന്ന കരങ്ങൾ ജിൻഡോ എന്ന കണ്ടസ്റ്റന്റിൻ്റെതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ എല്ലാ ലൂപ്പ് ഹോളുകളും അറിഞ്ഞ് ഗെയിം കളിക്കുന്ന ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട ജിൻഡോ എന്ന കണ്ടസ്റ്റന്റ് മറ്റുള്ള ഏത് സഹതാരങ്ങളായിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന പോളുകളിലും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പിന്തുണയാണ് ജിൻഡോ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിനുള്ളത്. എന്നാലും കുറച്ചധികം പേര് ചോദിക്കും, മറ്റുള്ള സീസണുകളിൽ വിജയിച്ചവരായിട്ട് എങ്ങനെയാണ് ജിൻഡോയെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അവരായിട്ട് എന്ത് സാദൃശ്യമാണ് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തിക്കുള്ളത്? എന്തുകൊണ്ടാണ് ഇത്രയേറെ ജനപിന്തുണ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിലേക്ക് വന്നു ചേരുന്നത്? ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, ജിൻഡോ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിൽ നിങ്ങളൊരു അഖിൽ മാരാറിനെയും അതുപോലെ തന്നെ സീസൺ 4ലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയൊക്കെ കാണാൻ ശ്രമിക്കുന്നതിന്റെ കുഴപ്പമാണത്. എല്ലാ കണ്ടസ്റ്റൻസിനും അവരവരുടേതായിട്ടുള്ള ഗെയിമും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു തരത്തിൽ തന്നെയാണ് എല്ലാവരും ബിഗ് ബോസിലേക്ക് വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ടാസ്ക് കളിക്കുന്നവരോ എന്നൊന്നും ജനങ്ങൾ നോക്കാറില്ല. അവർ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവരെ എന്റർടൈനിങ് ചെയ്യിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടുത്തുന്നത് ആരാണ്, അവർക്ക് അവർ തീർച്ചയായിട്ടും വോട്ട് ചെയ്തിരിക്കും. ഇപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന അർജുന് കിട്ടുന്നില്ലേ വോട്ട്, പക്ഷെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തിരുന്ന ഗബ്രിക്ക് കിട്ടിയില്ല വോട്ട്. അപ്പോൾ എല്ലാ തരത്തിലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഡോക്ടർ റോബിനും അഖിൽ മാരാറും കളിച്ചിരുന്നത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഗെയിമായിരുന്നു. നല്ല രീതിയിൽ ഓരോ വിഷയത്തിലും അവർ കയറി വന്നങ്ങോട്ട് ഇടപെടുമായിരുന്നു. പക്ഷേ ഈ പറയുന്ന സീസൺ 6ലേക്ക് വരുമ്പോൾ അർജുനും ശ്രീതുവും ഈ പറയുന്ന കാര്യങ്ങളിൽ ഒന്നും ഏർപ്പെടാറില്ല. അവരുടെ ഗെയിം ആ ഒരു സൈലന്റ് നേച്ചറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ജിൻഡോയുടെയും കാര്യം. പുള്ളിക്ക് അവിടെ വ്യക്തമായ ഒരു ഗെയിം പ്ലാനുകൾ ഉണ്ട്. ജനങ്ങളുടെ ഇഷ്ടത്തിന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അതുപോലെ തന്നെ പല ലൂപ്പ് ഹോളുകളും കണ്ടുപിടിച്ച് ഗെയിം കളിക്കാനുള്ള ഒരു ബുദ്ധിയും ഈ പറയുന്ന ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ടാസ്കിലും തൻ്റെതായിട്ടുള്ള ഒരു ബലം ബിഗ് ബോസ് ഹൗസിൽ തീർച്ചയായിട്ടും പ്രകടിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ. ഈ ഒരു സമയം ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടോപ്പ് 5ഉം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഉറപ്പിക്കാനായിട്ട് കണ്ടസ്റ്റൻസ് ശ്രമിക്കുന്ന ഒരു സമയമാണ്. കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താറായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജനപിന്തുണ ഉറപ്പുവരുത്തേണ്ട ഒരു സമയത്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കേണ്ടത് ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഉത്തരവാദിത്വമാണ്. സീസൺ 6 എടുത്തു നോക്കുകയാണെങ്കിൽ പല കണ്ടസ്റ്റൻസും അവരെ ഒന്നും ചെയ്യുന്നില്ല. ഒരുപാട് പ്രതീക്ഷകളായിട്ട് പോയ പലരും അവിടെയുണ്ട്. പക്ഷെ ഇതുവരെയും അവരവരുടേതായിട്ടുള്ള ഒരു ഗെയിം പുറത്തെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു സമയത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ലൈവിലും എപ്പിസോഡിലും എന്റർടൈൻ ചെയ്യിക്കുന്നതും പല രീതിയിലും ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജിൻഡോ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയേറെ സപ്പോർട്ട് കിട്ടിയതിന് നമുക്ക് ഒരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല. ആദ്യം ആഴ്ചയിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പല കുറ്റങ്ങളും ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ജിൻഡോ. ആളൊരു ജിം ട്രെയിനറായിട്ട് പോലും മറ്റുള്ള സ്ത്രീകളായിട്ടുള്ള കണ്ടസ്റ്റൻസിനോട് അദ്ദേഹം പെരുമാറുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ മെന്റലി പുള്ളിയെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉപയോഗിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഉപദ്രവിക്കുന്നു, ആവശ്യമില്ലാത്ത രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നു, മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ ഡ്രസ്സിനെ പറ്റി കുറ്റം പറയുന്നു. ഇത്തരത്തിലൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ പുള്ളിയെ മെന്റലി ആൻഡ് ഫിസിക്കലി ബുദ്ധിമുട്ടിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് അവിടെ ഒരുപാട് പേര്. ഈ കാര്യങ്ങളൊക്കെ തൻ്റെ രീതിയിൽ തരണം ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് വന്ന ജിൻഡോയെയാണ് എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗെയിം തന്നെയാണ് ഇപ്പോഴും ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6ന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും മറ്റുള്ള ഏത് കണ്ടസ്റ്റന്റ് ആയിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്ന പോളുകളിൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസമാണ് ജിൻഡോക്കുള്ളത്. ഇപ്പോൾ ജിൻഡോന് ശേഷം അവിടെ സ്ട്രോങ് ആയിട്ടൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുന്നത് അർജുൻ, അതുപോലെ തന്നെ സിജോ, അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ, ഇവർ 3 പേരുമായിരിക്കും. പക്ഷേ ഇവരുടെയൊക്കെ ഗെയിം വളരെ വ്യത്യാസമാണ് ജിൻഡോ കളിക്കുന്നതിനനുബന്ധിച്ച്. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു 5 ലക്ഷം പേര് വോട്ട് ചെയ്ത ഒരു പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം 4 ലക്ഷം പേരും ജിൻഡോ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റിന് മാത്രമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹോട്ട്സ്റ്റാറിൽ വരുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസമാണ് ജിൻഡോ വന്ന പോളുകളിൽ മറ്റുള്ള കണ്ടസ്റ്റന്റ് ആയിട്ട് ജിൻഡോക്കുള്ള വ്യത്യാസം. ഇത് തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയത്. ഈ ഒരു തരത്തിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു മഹാത്ഭുതങ്ങളും സംഭവിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ജൂൺ മാസത്തിൽ നടക്കാനിരിക്കുന്ന സീസൺ 6ന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ കപ്പ് മറ്റാർക്കും കിട്ടില്ല. മസിലളിയൻ മല്ലയ്യ ആയിട്ടുള്ള ജിൻഡോ തന്നെ ആ ഒരു കപ്പ് തൂക്കിയിരിക്കും. ആദ്യ ആഴ്ചകളിൽ ഒട്ടും ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടി
ഒറ്റപ്പെടുത്തിയ ജിൻഡോ എന്ന മനുഷ്യൻ ഈ ഒരു സമയത്ത് ഇത്രയേറെ ജനപിന്തുണയുള്ള ഒരു ഗെയിമറായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ബുദ്ധി കൊണ്ടും അതുപോലെ തന്നെ ബിഗ് ബോസിൽ കളിക്കുന്ന ഗെയിം കൊണ്ട് തന്നെയാണ്. അതിനാരും അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ജിൻഡോക്ക് ഒരു അഖിൽ മാരാർ ആവാൻ സാധിക്കില്ല ഒരിക്കലും. കാരണം അഖിൽ മാരാർ സീസൺ 5 ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെയധികം വിശകലനം ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജിൻഡോക്ക് ഒരിക്കലും ഒരു ഡോക്ടർ റോബിൻ ആവാൻ കഴിയില്ല. ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അഗ്രസീവായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ. ജനങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ബിഗ് ബോസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്തരത്തിൽ കളിക്കാൻ ചിലപ്പോൾ ജിൻഡോക്ക് സാധിച്ചെന്ന് വരില്ല. പക്ഷെ ജിൻഡോ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിൽ 100% എഫേർട്ട് ഇട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആർക്കും പിടികിട്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ ഒരിക്കലും ബിഗ് ബോസ് ഹൗസിൽ പറയാത്തൊരു വ്യക്തിയാണ്. പല കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ജിൻഡോ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാനും കോണ്ടന്റുകൾ കൊടുക്കാനായിട്ട് ബിഗ് ബോസിന് വേണ്ടത് എന്താണ്? കണ്ടന്റുകൾ തന്നെയാണ്. അത് കൊടുക്കാനായിട്ട് മാക്സിമം എഫേർട്ട് ഇടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ സമയത്ത് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ഈ ഒരു സമയം ബിഗ് ബോസിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗെയിമുകൾ കുറച്ചുകൂടി കടുകട്ടിയാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസും അവരുടെ ജനങ്ങളുടെ സപ്പോർട്ട് ഉറപ്പാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടാനായിട്ട് സാധ്യതയുള്ള സിജോ, ജാസ്മിൻ, അർജുൻ ഇവരൊക്കെ ഒന്ന് ഉണർന്നു വന്നു കഴിഞ്ഞാൽ ജിൻഡോക്ക് പറ്റിയൊരു എതിരാളിയായിട്ട് മാറും. പക്ഷേ ഇവരതൊന്നും ചെയ്യാത്ത പക്ഷം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. തന്റെ ജനപിന്തുണ ഏകദേശം ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് ജിൻഡോ. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ടാസ്കുകൾ, ഫാമിലി ടാസ്ക് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സീസൺ 5 ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു ഫാമിലി ടാസ്കും അതുപോലെ തന്നെ ചലഞ്ചേഴ്സ് വന്നതും. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 6 ചലഞ്ചേഴ്സിന്റെ രൂപത്തിൽ എന്റർടൈനേഴ്സ് ആയിട്ടാണ് ശ്വേതാ മേനോനും സാബുമോനും വന്നത്. അപ്പോഴും ജിൻഡോ തന്റെ പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിൽ ഗെയിമും കാര്യങ്ങളും കളിക്കുന്നുണ്ടായിരുന്നു. സാബുമോനെയും ശ്വേതാ മേനോനെയും നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് പോയിന്റും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാനായിട്ടും ജിൻഡോന് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലി ടാസ്ക് വരുന്ന സമയത്തും നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ജിൻഡോന് സാധിക്കും. മറ്റുള്ള പല കണ്ടസ്റ്റൻസിനും കുറച്ചുകൂടി ജനപിന്തുണ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് തന്റെ ഫാമിലി ടാസ്ക്. നമുക്കറിയാം അഖിൽ മാരാറിന്റെ ഫാമിലിയൊക്കെ വന്ന സമയത്ത് എത്ര എന്റർടൈനിങ് ആയിട്ടുണ്ടായിരുന്നു. അന്നത്തെ എപ്പിസോഡ്സും യൂട്യൂബിലും അതുപോലുള്ള പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ട്രെൻഡിങ് നമ്പർ 1 ഓടിക്കൊണ്ടിരുന്ന ഒരു എപ്പിസോഡ്സ് ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വരുന്ന സമയത്ത് കണ്ടസ്റ്റൻസിന് അവരുടെ ജനപിന്തുണ കുറച്ചുകൂടി കൂട്ടി ഉറപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആരാണ് ബിഗ് ബോസ് ഹൗസിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? ആരാണ് ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ താഴെ കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവരൊന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. താങ്ക്